പാവം പിടിച്ച ദരിദ്രർക്ക് മാത്രം ഇവിടെ ചികിത്സയില്ല. ഇവിടെ രോഗികളായി വരുന്നവർ രോഗം മാറാൻ വേണ്ടി കെട്ടുതാലി വരെ പണയപ്പെടുത്തേണ്ട അവസ്ഥയിലാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുട്ടുകമ്മൽ വരെ ഊരി വാങ്ങി പണം കൊടുക്കുന്ന ഏജന്റുമാർ ഈ ഹോസ്പിറ്റൽ പരിസരങ്ങളിൽ ഉണ്ടെന്ന് പറയുമ്പോ ഇവിടത്തെ കൊള്ളയുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ വയറിനകത്തെ മുഴ മുറിച്ചു മാറ്റാനായി ആരെയൊക്കെയാണ് കാണേണ്ടത്? ഇവിടെ ആർക്കൊക്കെയാണ് പണം കൊടുക്കേണ്ടത്? നാടും വീടും ഉപേക്ഷിച്ച് ഈ കുഞ്ഞിന്റെ വേദന മാറ്റാനായി ഈ സ്ത്രീയും കുഞ്ഞും ഈ ഹോസ്പിറ്റൽ വരാന്തയിൽ കേറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. കിടക്കാൻ ബെഡുണ്ടോ? സൗകര്യങ്ങളുണ്ടോ? എന്നിട്ടും ഇവരുടെ കരുണയും പ്രതീക്ഷിച്ച് അവരിവിടെ കാത്തുകെട്ടി കിടക്കുകയായിരുന്നില്ലേ? എന്തിനു വേണ്ടി? ഇങ്ങനെ ഒരു കെട്ട് മാംസകഷ്ണമായി തുണിയിൽ കെട്ടി ഇവിടെ ഇങ്ങനെ കിടത്താനോ? ഇതിന് അധികാരികൾ സമാധാനം പറഞ്ഞേ പറ്റൂ, അല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. ഈ ബോഡിയും എടുക്കില്ല. തല്ലി ഓടിക്കാനാണ് ഭാവമെങ്കിൽ ഇവിടെ ഞങ്ങൾ തലതല്ലി മരിക്കും. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങളായിട്ടും ഇപ്പോഴും ഇവിടെ സാധാരണക്കാരന്റെ ന്യായമായ അവകാശങ്ങൾക്ക് നിങ്ങള് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഈ ജീവിതം. ഒരിക്കൽ കൂടി പറയുന്നു, ഈ കുഞ്ഞിനും ഞങ്ങൾക്കും നീതി കിട്ടണം. ഇല്ലെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവരുടെ ജീവിതം ഇവിടെ തകർന്നു വീഴും. നീ ഇന്ന് രാവിലെ എവിടെ പോകുന്നു പറഞ്ഞിട്ടാ പോയത്? അതിപ്പോ തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രത്തിൽ. ഇന്നലെ വരെ തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആ ക്ഷേത്രം കേരളത്തിന്റെ വടക്കേ ജില്ലയായ കാസർകോട്ടേക്കൊന്നും മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. അതെന്താ മഹേട്ട അങ്ങനെ പറഞ്ഞത്? അല്ല, നീ അവിടെ പോയിട്ട് വരാനെടുത്ത സമയം കണ്ടിട്ട് പറഞ്ഞതാ. എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു എന്നറിയോ? ഫോൺ എടുത്തു കഴിഞ്ഞാ പിന്നെ എവിടെ ഉണ്ടെന്നുള്ള കൃത്യമായിട്ട് മറുപടി പറയണമല്ലോ, അല്ലേടി? മഹേട്ട അത് ഈ ബാഗില് എവളോ? എവളെ എന്തിനാണ് ഈ വീട്ടിൽ കയറ്റിയത്? അത് പിന്നെ മഹേട്ട, അച്ഛനെ തോപ്പിക്കാൻ നടക്കുന്ന മക്കൾക്കൊന്നും ഈ വീട്ടിൽ സ്ഥാനമില്ല. മഹേട്ട വഴക്ക് വേണ്ട. ഇന്ന് ഏതാ നാള്? രേവതിയല്ലേ? നമ്മുടെ മകൻ ശിവന്റെ പിറന്നാളായിരുന്നു. ഞാൻ ക്ഷേത്രത്തിൽ പോയത് എന്തിനാ? നമ്മുടെ മോന് വേണ്ടി വഴിപാട് കഴിപ്പിക്കാനല്ലേ? ആ വഴിപാടും കഴിപ്പിച്ച് അത് അവന് കൊടുക്കാനായി അവനെ ഞാനൊന്ന് കാണാൻ പോയി. ഞാൻ അവനെ പ്രസവിച്ച അമ്മയാ. അതുകൊണ്ട് മഹേട്ട, എനിക്ക് അവനെ കാണാൻ പോകാതിരിക്കാനാവില്ല. ഞാൻ പോയി. ഒന്നിച്ച് ഞങ്ങളിരുന്ന് ഭക്ഷണവും കഴിച്ചു. നമ്മുടെ മക്കളല്ലേ മഹേട്ട? ചന്ദ്രയെ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടും പോന്നു. എത്ര നാളാ ഇങ്ങനെ വഴക്കും ബഹളമായിട്ടിരിക്കുക? മക്കളില്ലാതെ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് എന്തിനാ മഹേട്ട ഇത്രയും വലിയ വീട്ടിൽ നമ്മൾ താമസിക്കുന്നത്? ഒരൊറ്റ ജീവിതമല്ലേ നമുക്കുള്ളൂ. വഴക്കും പിണക്കും ഒക്കെ മറന്ന് ഒരൊറ്റ മനസ്സോടെ നമുക്ക് നമ്മുടെ മക്കളോടൊപ്പം ഇവിടെ സന്തോഷമായിട്ട് കഴിയാൻ പാടില്ലേ? അപ്പോ നിങ്ങൾ അമ്മയും മക്കളും ഒന്നായി പുറത്തു പോയത് ഞാനും അല്ലേ? അയ്യോ, ശരിയാ, ഞാനാണല്ലോ ഇടം തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോകേണ്ടത് ഞാൻ. മോളെ എപ്പോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഗോപാലേട്ടാ? ഒന്നും പറഞ്ഞിട്ടില്ല. കാശിന്റെ പുറത്തോടുന്ന മിഷനെല്ലാം ജീവൻ എടുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം ശരിയാവും ഗോപാലേട്ടാ. നമ്മളെ അങ്ങനെ ദൈവം കഷ്ടപ്പെടുത്തത്തില്ല. ഇതാ കുറച്ച് ഫ്രൂട്ട്സാ. ഇപ്പോഴിതൊക്കെ കഴിക്കുന്നത് നല്ലതാ. പാലുണ്ടാകാനും അതിലൂടെ കൊച്ചിന് ആരോഗ്യം ഉണ്ടാവാനും ഫ്രൂട്ട്സ് നല്ലൊരു മരുന്നാ. ഒരു ഉറപ്പുമില്ലാത്ത കാത്തിരിപ്പില്ല ശാന്തേച്ചി. എനിക്കവളെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. എന്റെ കയ്യിലേക്കൊന്ന് കിട്ടിയിട്ട് എനിക്കെന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ നടന്നാ പിന്നെ ഈശ്വരന്മാർക്ക് വല്ല വിലയുണ്ടാകുമോ ശാരികെ? കഷ്ടപ്പെടുത്താവുന്നതിന്റെ അപ്പുറം നമ്മളെ കഷ്ടപ്പെടുത്തും. നമ്മളെ കൊണ്ട് ഈശ്വരൻ എത്രത്തോളം വിളിപ്പിക്കാമോ അത്രത്തോളം വിളിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഒടുവില ചങ്കുപൊട്ടി വിളിച്ചതിന്റെയൊക്കെ ഫലം നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും. അങ്ങനെ ഓർത്ത് സമാധാനപ്പെട്. എന്തായാലും ഇത്രയും കാത്തിരുന്നില്ലേ?
ജീവനോടെ കിട്ടില്ലെന്ന് പറഞ്ഞ കുഞ്ഞിനെ ഈ രീതി തിരിച്ചു തന്നെങ്കിൽ അതിനെ പൂർണ്ണ ആരോഗ്യവതിയാക്കി നിന്റെ കയ്യിലേക്ക് വെച്ചു തരും സർവീശ്വരൻ. ശാന്തേച്ചി, അത് മറ്റൊന്നും കൊണ്ടല്ല. ഓരോ മണിക്കുള്ളിൽ ഇവിടെ കാശുണ്ടെന്ന് അടയ്ക്കാൻ പറയുന്നത്. അച്ഛൻ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാനാ? ശാലിനിയോട് പറഞ്ഞ അവള് ചെയ്യും. പക്ഷെ അച്ഛൻ പറയില്ല. അച്ഛന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. അത് വേണ്ട ശാന്ത. മക്കളോട് കാശ് വാങ്ങിയുള്ള ഒരു പരിപാടിക്കും ഗോപാലകൃഷ്ണൻ ഇനി നിൽക്കില്ല. പുറത്തുള്ളവരുടെ മുന്നിൽ കണക്ക് പറഞ്ഞാലും സ്വന്തം മക്കളുടെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ട അവസ്ഥ ഇനി എനിക്കുണ്ടാവരുത്. പാഠങ്ങൾ പഠിക്കുന്ന അനുഭവങ്ങളിലൂടെ ആവുമ്പോൾ അത് അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് പോയില്ല. അല്ല, ശ്യാമ കാശ് കൊണ്ട് തന്നില്ലേ? ഏത് കാശ്? ചിട്ടി പിടിച്ച കാശ്. ഏത് ചിട്ടി? ശാരികയുടെ പ്രസവത്തിന് വേണ്ടി ശാരദാമ്മ ഒരു ചിട്ടിക്ക് ചേർന്നിരുന്നു, നമ്മുടെ സീമച്ചേച്ചിയുടെ അടുത്ത്. ഇല്ല, എന്നിട്ടെന്താ? ചിട്ടി വട്ടമെത്തി കിടക്കുകയാണെന്ന് ഞാൻ ശ്യാമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്യാമ സീമച്ചേച്ചിയോട് കാശ് വാങ്ങിച്ചായിരുന്നല്ലോ. എന്നിട്ടിവിടെ തന്നില്ലേ? ഇതൊക്കെ ഞാൻ ഇപ്പഴാ അറിയുന്നു ശാന്തേ. പരിചയമുള്ളവരടുത്തൊക്കെ കാശിനായിട്ട് വിളിച്ചിട്ട് നിൽക്കുക ഞാൻ. അച്ഛൻ ഈ കാശിന് ഓടുന്ന കാര്യമൊക്കെ ശ്യാമയ്ക്കും അറിയാവുന്നതാണല്ലോ. പിന്നെന്താ അവളിത് അറിയിക്കാതിരുന്നേ? ചിലപ്പോ ഡിസ്ചാർജ് ആവുമ്പോ തരാൻ വേണ്ടി വച്ചിരിക്കുകയാണെങ്കിലോ?